എല്ലാവർക്കും ചെറി ബ്ലോസം വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ യോങ്തുക്കിൽ സോപ്പ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതൊരു ആക്ടിവിറ്റിയാണ്. 2 മണിക്കൂറാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, 4 മണി മുതൽ 6 മണി വരെ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 4 പേരാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇതൊക്കെയുള്ളതെന്നൊന്നും കൂടി കാണണം. ഇപ്പോൾ ഞാൻ മെട്രോയിൽ കയറി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ എടുത്ത് ഇവിടെ എത്താൻ. യോങ്തുംപ്യോ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇത് ഒരു സ്ട്രീറ്റ് ഫുഡ് ഷോപ്പാണ്. ഈ ഹോട്ടൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് ഞാനെത്തിയ യോങ്തുംപ്യോ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ. അപ്പോൾ ഇത് ടൈം സ്ക്വയറിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ 4 മണി മുതൽ 6 മണി വരെ 4 പേർക്ക് അവരെങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു തരും. അപ്പോൾ അത് പോയിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ജിന്നിനെയാണ്, ഐസോളിയു. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ജുങ്കുക്കിനെ കാണാം. പിന്നെ ഇവിടെ ഇതാ ജിമിൻ നിൽക്കുന്നത്. ഇനി ആരമാണ് ഇവിടെ. ഇതാ അടുത്തത് സുഗ, ജയഹോപ്പ്. വിയെ മാത്രം നമുക്കിവിടെ പുറത്ത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. ഇവിടെ സോപ്പിൻ്റെ ബേസ് ചൂടാക്കുകയാണ്. ഏകദേശം ഒരു 67-70 ഡിഗ്രി ഒക്കെയാണ്. നമുക്കിഷ്ടപ്പെട്ട അച്ച് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ സോപ്പ് ബേസിൽ കളർ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. 파스텔 톤의 비누로 바뀌어요. 조인성을 이렇게 뾰족하게 잡고 이렇게 똑같은 색깔이었는데 화이트 색소를 넣은 게 색깔이 완전히 달라졌죠? 네. 이렇게 완성을 ഇവിടെ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. സോപ്പ് ബേസ് ചൂടാക്കിയിട്ട് കൊണ്ടുതരും. അതിൽ ഇവിടെ കുറേ കളറുകളുണ്ട്, അത് മിക്സ് ചെയ്യുക. പിന്നെ അത് അച്ചുണ്ട്, അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് തണുക്കാൻ വെക്കുക, ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക. അത് കഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ട് എക്സ്ട്രാ പോർഷൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്ത അച്ചുകൾ. നമ്മൾ ചെറുതും വലുതും സെലക്ട് ചെയ്യണം. സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു.
2 മണിക്കൂർ പോയത് അറിഞ്ഞതേയില്ല. ഇതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാനൊരു കവറ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 6 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിലോ ഉപയോഗിച്ച് തീർക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നനഞ്ഞ സ്ഥലത്തൊന്നും വെക്കാൻ പാടില്ല, ചിലപ്പോൾ അലിഞ്ഞു പോകുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഇതാർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോപ്പ് ഉണ്ടാക്കൽ നല്ല രസമായിരുന്നു, ഭയങ്കര എളുപ്പമായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലൊക്കെ സാറ് സോപ്പൊക്കെ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടാവില്ലേ, അതൊക്കെ പോലെ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത് ചെയ്യാൻ പറ്റിയുള്ളൊരു സന്തോഷം.